ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. സൂ ഫ്രം സോ കണ്ടു. നൈസ് കോമഡി പടം. അതാണ് ഒറ്റ വാചകത്തില് സൂ ഫ്രം സോ. കന്നഡയിൽ നിന്ന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡബ് ചെയ്തിട്ടുള്ള പടമാണ് സൂ ഫ്രം സോ. രാജ്ബി ഷെട്ടിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ആളിതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ട് ചെയ്തേക്കുന്നത് JP തുമിനാഥ്. ഈ JP തുമിനാഥ് തന്നെയാണ് ഇതിൽ ലീഡിംഗ് ക്യാരക്ടർ ആയിട്ടുള്ള അശോക എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചേക്കുന്നത്. പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഫിക്ഷണൽ വില്ലേജിൽ നടക്കുന്ന അതായത് ഈ അശോകനൊക്കെ കഥാപാത്രത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാധ കയറിയതായി നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കേണ്ടി വരുന്നു. അത് പക്ഷെ നാട്ടുകാർ വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് അത് വിശ്വസിക്കുന്നു. കാരണം അവർ കുറച്ച് അന്ധവിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ അഭിനയിച്ചല്ലോ, അപ്പൊ ആൾക്കാർക്ക് വിചാരിച്ചേക്കുന്നത് ഇയാളെ മേത്ത് ബാധ കയറിയതാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് ബാധ കയറിയിട്ട് ഇയാളെ വീട്ടുകാരുടെ പേടി, കൂട്ടുകാരുടെ പേടി, നാട്ടുകാരുടെ പേടി, ഇത് ഒഴിപ്പിക്കാൻ വരുന്ന ഒഴിപ്പിക്കാൻ വരുന്ന ഒരു ഫേമസ് മന്ത്രവാദിയായിട്ടാണ് രാജ്ബി ഷെട്ടി വരുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ നടക്കുന്ന രസകരമായിട്ടുള്ള നർമ്മത്തിലും ഭയങ്കര രസകരമായിട്ടുള്ള കുറെ നിമിഷങ്ങള്, കുറെ കഥാപാത്രങ്ങളുണ്ട്. ഒരു അളിയൻ കഥാപാത്രമുണ്ട്, കുടിയന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, കടക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, പാര വെക്കുന്ന ആൾക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അങ്ങനെ കുറെ കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങളുടെയും പേര് എനിക്ക് ആ കഥാപാത്രങ്ങൾ ആരാ ചെയ്തേക്കണമെന്ന് അറിയില്ല. കൂടുതലും പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഫേമസ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ രാജ്ബി ഷെട്ടിയാണ്. ആളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒപ്പം തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള സപ്പോർട്ടിംഗ് റോളായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നായകനും ഡയറക്ടറും ഒരാളാണെന്ന് പറഞ്ഞല്ലോ, JP തുമിനാഥ്. ആളെ ക്യാരക്ടർ അത് അത്യാവശ്യം ആള് നീറ്റായിട്ട് തന്നെ സ്വയം ഡയറക്ട് ചെയ്ത് അഭിനയിച്ചെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അയാളുടെ ക്യാരക്ടറിൽ നിന്നുണ്ടാവുന്ന കൺഫ്യൂഷൻസും ഇതിൽ നിന്നാണ് കഥയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ അത് അത്യാവശ്യം തമാശ രൂപേണയും അത് കൺവിൻസിംഗ് ആയിട്ടും മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഷാനിൽ ഗൗതം അവതരിപ്പിച്ച രവി അണ്ണ. ഈ രവി അണ്ണനെ ബേസ് ചെയ്തിട്ടാണ് ആ ഗ്രാമം പോണത്. രവി അണ്ണാണ് ഗ്രാമത്തിലെ മെയിൻ. അപ്പൊ ആളുടെ കഥാപാത്രവും ഇതിലൊരു വളരെ ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ് ആണ്. ആളും അത് വളരെ നീറ്റ് ആയിട്ട് ആളുടെ ഫണ്ണായിട്ടുള്ള രംഗങ്ങളാണെങ്കിലും ശരി, മാസമായിട്ടുള്ള രംഗങ്ങളാണെങ്കിലും ശരി, ആള് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് വളരെ സുപരിചിതമല്ലാത്ത ആൾക്കാരായിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ട് കൂടി നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ അവർ അഭിനയിച്ചത് കൊണ്ടും നർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടും തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. തിയേറ്ററിൽ നല്ല രസത്തിൽ ആളുകളുടെ വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു കംപ്ലീറ്റ് ഹൊറർ പടമല്ല. ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇത് ഹൊറർ ആണെന്ന് ഒരു മിസ്റ്റേക്കൺലി ബാധ കയറി എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാകുന്ന പേടിക്കുന്ന ആൾക്കാരുടെ അതിൽ നിന്നുണ്ടാവുന്ന നർമ്മം, അതിൽ നിന്നുണ്ടാവുന്ന തമാശകൾ, ഒപ്പം കുറച്ച് ചിന്തിക്കാനും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു നല്ലൊരു 2-2.5 മണിക്കൂർ നൈസായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമഡി പടം തന്നെയാണ് സൂ ഫ്രം സോ. അപ്പോൾ അടുത്തുള്ള തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോയി കാണുക. ഇങ്ങനെയുള്ള ചെറിയ ചിത്രങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആ ചിത്രങ്ങളെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.